முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே இத்தனை நாளாக உன்னை நான் பாராம எங்கு நான் போனேனோ நாக்களும் விண்ணானதே வானத்தில் நீ வெண்ணிலா ஏக்கத்தில் நான் தேவதா இப்போது என்னோடு வந்தாலென ஊர் பார்க்க ஒன்றாக சென்றாலென. பாட்டൊക്കെ എല്ലാം പഠിച്ചു വെച്ചേക്കുവാ. വരിയൊക്കെ മനപ്പാടം അല്ലയോ? அது எப்படி தெரியுமாமா, நாங்க சின்ன குழந்தையா இருக்கும்போது இந்த பாட்டு புக் இருக்குல்ல, அத பார்த்து நாங்க எல்லாம் பாடுவோம். நிறைய ஃப்ரெண்ட்ஸ் எல்லாம் இருக்கும், எல்லாரும் சேர்ந்து அப்படியே பாட வேண்டியதுதான். அதெல்லாம் ஒரு காலம். அக்கூட்டத்திலே பிரதானி நீயாയിരിക്കും. நான்லாம் இல்லம்மா, எனக்கு ஒரு ஃப்ரெண்ட் இருந்தாங்க, பேரு வாசந்தி. ரொம்ப அசாத்தியமா பாடுவா. நான்லாம் ஒண்ணும் இல்ல. அவெல்லாம் இப்ப எங்க இருக்காளோ என்னோ. இல்ல എനിക്കൊരു കട്ടൻ കിട്ടുമോ? ഓ, அதுக்கு என்ன കട്ടൻ കാപ്പി വേണമാ ചായ വേണമാ? കട്ടൻ ചായ ആയിക്കോട്ടെ. കടുപ്പ് അത്യാവശ്യം കൂടുതലിരിക്കണം. ചക്കര മധുരം മീഡിയം. പിന്നെ കറയാൻറ്റിക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ട് ഒരു ദിവസം. എതുക്ക്? ഒരു സന്തോഷത്തിന്. താങ്ക് യു. അപ്പൊ തരുമ്പോ തന്നാ പറഞ്ഞാ മതി. ഓക്കെ അമ്മമ്മയ്ക്ക് തരുന്നു. ഓ ആയിക്കോട്ടെ. അമ്മ ഞാൻ ടീ വെക്കറേ. നമ്മുടെ ഭാഗ്യമാ ഇങ്ങനൊരു പയ്യൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് കേറിയത്. പാഴൂർ അമ്പലത്തിൽ പോകുമ്പം അവന്റെ പേരിൽ ചുറ്റുവിളക്ക് നടത്തണം. അവന്റെ ജോലിക്കും മറ്റു കാര്യത്തിനും ഒന്നും ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ. അളിയന്റെ ജോലിക്കാണ്. അളിയന്റെ ജോലിക്ക് തടസ്സം വന്നാലും അളിയൻ എന്തിനാ മുമ്പ? അളിയന്റെ ഫണ്ട് ഇരിക്കല്ലേ, അളിയ അടുത്ത ബിസിനസ് തുടങ്ങും. ഇത്ര തന്നെ. അങ്ങനെ ആമ്പിള്ളാര്, അല്ലാതെ നിന്നെ പോലല്ല. അപ്പൊ നമ്മുടെ തലക്കായ കൊള്ളാല്ലേ? அம்மா அப்படி சொல்லக்கூடாதம்மா, நம்ம கேஸ் ரொம்ப சூப்பர் தான். அவன் வெச்சடி 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 ஏறுவான். കനാൻഡി കുറഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കേശ് സൂപ്പറാ കേശ് വെച്ചടി വെച്ചടി കേറും എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ വെച്ചടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദയവ് ചെയ്ത് കൂത്തിരിക്കും പ്ലീസ്. പിന്നെ മുമ്മ, ഞാൻ എന്ത് പരിപാടി ചെയ്താലും എന്റെ കൂടെ അളിയനെയും കാണും. കാരണം എന്താ, അളിയ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് എന്തും ചെയ്യാൻ. അത് ശരിയാ. എന്തിനും ഏതിനും അവനൊരു നിറവാ. കൊടുക്കാനും മേടിക്കാനും ഒന്നും ഒരു മടിയില്ല അവന്. அது அம்மா சொன்ன ரொம்ப கரெக்ட் தான். நம்ம சித்து எல்லாருக்கும் நிறைய 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 செய்வான். அது அவனோட நல்ல മനസ്സ്. അതാണ് ഇങ്ങനെ കൊടുക്കാനേ മനസ്സുള്ള ഒരു ഭയങ്കര നല്ലവരാ. ഈ ചില പിശുക്കന്മാരുണ്ട്, അല്ലേ? കനകം, കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, സിദ്ധു നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറേണ്ട പയ്യനല്ല. എന്തരമ്മ, നമ്മുടെ കുടുംബം അത്രയ്ക്ക് മോശമാണ്? എടാ, നമ്മുടെ കുടുംബം മോശമായത് കൊണ്ടല്ല. നീ ലച്ചുന്റെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനും ഏതിനും അവക്ക് ദേഷ്യമല്ലയോ? സിദ്ധുവിനെ പോലൊരു പയ്യനല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സിദ്ധു ആയതുകൊണ്ടാണ്. അല്ലെങ്കിലേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ രണ്ടും രണ്ട് പാത്രമായനെയായിരുന്നു. അത് സത്യം പറഞ്ഞ അമ്മൂമ്മ പറഞ്ഞതൊരു ശരിയായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കണം അമ്മൂമ്മ, ചേച്ചി ഇങ്ങനെ അളിയുടെ ചാടിക്കടിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഒരെണ്ണം കൊടുത്തായിരുന്നെങ്കിലും. പക്ഷെ അളിയെ ചെയ്യൂല. കാരണം എന്താ? അളിയന്റെ മാന്യത. പറയാൻ പാടില്ല, എന്നാലും പറയാണ്. എനിക്കും പറഞ്ഞ അളിയന് ചേർന്നൊരു ഭാര്യ അല്ലല്ലോ ചേച്ചി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എടാ, അവനെ കണ്ടാലും നല്ല യോഗ്യനല്ലയോ? നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയത് നമ്മുടെ മുജ്ജന്മ സുഹൃതമാടാ. അത് സത്യം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? அம்மா, நீங்க லட்சுவ பத்தி சொன்னது எனக்கு பிடிக்கவே இல்லம்மா. അതിന് ലച്ചുവിനെ പറ്റി എന്താ പറഞ്ഞു? ആരെപ്പ എന്ത് പറഞ്ഞു? நீங்க 2 பேரும் தானே குத்தம் சொன்னீங்க. കുറ്റം പറഞ്ഞു? ആര് കുറ്റം പറഞ്ഞു?
இப்பதானே சொன்னீங்க. എന്ത് കുറ്റം പറഞ്ഞു? ചില സമയത്തെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് പിടിക്കാറുണ്ടോ? இல்ல. അത്രേ ഉള്ളൂ. അതുപോലെ ചില സമയത്ത് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പിടിക്കത്തില്ല. അതേ പറഞ്ഞുള്ളൂ. ചേച്ചിയായിട്ടും ചേച്ചി കുറച്ച് മുൻചുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മൂമ്മ. അത് തന്നെ, ഇച്ചിരി മുൻചുണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് പറയുന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ആണെങ്കിലും അവള് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാണ്ടല്ലോ നമ്മൾ അന്തം വിട്ടു പോകും. അത് പിന്നെ ആരുടെ ചേച്ചി? എന്റെ അല്ലേ ചേച്ചി. മാത്രല്ല കനയാൻറ്റി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവര് തമ്മിൽ ചേരേണ്ടവരില്ലായിരുന്നു. ശരിക്കും അവര് തമ്മിലാണ് ചേരേണ്ടവര്. അതായത് ഈ എന്താ പറയുക, നമ്മൾ ഈ രണ്ട് കൈ കൂട്ടിയടിച്ചാലേ അടി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ലച്ചു ചേച്ചിയുടെ ഈ കോപത്തിനെ അടക്കേണ്ട ആളാണ് അളിയൻ. വേറെ ആരും ആണെങ്കിൽ ഇവരെന്നെ അടിച്ചു പിരിഞ്ഞു പോയേനെ. അങ്ങനെ ചിന്തിക്കുക. നമ്മള് വായത്തോറാക്കി വിളിച്ചു പറയാം, അത് വേറെ കാര്യം. நான் பயந்துட்டேன். എന്താ